നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. സൈലന്റ് വാലിയിൽ കാണാതായ വനംവകുപ്പ് ജീവനക്കാരനായി മൂന്നാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. മൂക്കാലി സ്വദേശിയായ ഫോറസ്റ്റ് വാച്ചർ രാജനെ ചൊവ്വാഴ്ച രാത്രി മുതലാണ് കാണാതായത്. ഇന്നലെ വനംവകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വനത്തിനുള്ളിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു. സൈലന്റ് വാലിയിലെ സൈരന്ത്രി ക്യാമ്പ് ഷെഡിൽ നിന്നും കാണാതായ വനംവകുപ്പ് വാച്ചർ രാജനുവേണ്ടി 120ഓളം പേരാണ് ഇന്നലെ തെരച്ചിൽ നടത്തിയത്. ക്യാമ്പ് ഷെഡിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്നലെ തെരച്ചിൽ നടന്നത്. വനം വകുപ്പും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ഇന്ന് കൂടുതൽ ഉൾപ്രദേശത്താണ് തെരച്ചിൽ. അങ്ങനെ 2 ദിവസം നീണ്ടുനിന്ന തെരച്ചിലും ഒന്നും കണ്ടുകിട്ടാനായിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും എക്സോസ്റ്റീവായിട്ടുള്ള തെരച്ചിലുകൾ തന്നെയുണ്ട്. ചൊവ്വാഴ്ച രാത്രി മുതലാണ് സൈലന്റ് വാലിയിലെ താൽക്കാലിക വാച്ചറായ രാജനെ കാണാതായത്. ഫോറസ്റ്റ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നിന്നും ഭക്ഷണം കഴിച്ച് ക്യാമ്പ് ഷെഡിലേക്ക് പോയതായിരുന്നു രാജൻ. ബുധനാഴ്ച രാവിലെ ക്യാമ്പ് ഷെഡിലെത്തിയ മറ്റ് ജീവനക്കാർ രാജനെ കാണാതെ വന്നതോടെ തിരച്ചിൽ തുടങ്ങി. ഷെഡിന്റെ സമീപത്ത് നിന്ന് മുണ്ടും ചെരുപ്പും ടോർച്ചും ലഭിച്ചു. ഇവിടെ വന്യമൃഗത്തിന്റെ കാൽപ്പാടും കണ്ടെത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും 100 മീറ്റർ ദൂരെ വരെ മാത്രമാണ് പോലീസ് നായ സഞ്ചരിച്ചത്. പിന്നീട് ഇതിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇന്ന് കാട്ടിൽ കൂടുതൽ പരിചയമുള്ള ആദിവാസി വാച്ചർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കും. ന്യൂസ് 18 പാലക്കാട്. അടിമാലിയിൽ ഇടിമിന്നലിൽ വീട് തകർന്നു. 8 ഏക്കർ പുത്തൻപുരയ്ക്കൽ സുഭദ്ര ബേബിയുടെ വീടാണ് തകർന്നത്. മേൽക്കൂരയും ഭിത്തിയും പൂർണ്ണമായും തകർന്നു. വയറിംഗ് ഉൾപ്പെടെയുള്ള വൈദ്യുതോപകരണങ്ങളും കത്തിനശിച്ചു. സംഭവ സമയത്ത് സുഭദ്ര ബേബിയും മാതാവും വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇടുക്കി ചിന്നക്കനാലിലെ നിർമ്മാണ നിരോധനം ലൈഫ് ഭവന പദ്ധതിയെയും താളം തെറ്റിക്കുന്നു. അപേക്ഷകർക്ക് ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം പഞ്ചായത്തിൽ അനുവദിച്ച 450 വീടുകളിൽ നിർമ്മിക്കാനായത് 83 വീടുകൾ മാത്രമാണ്. ലൈവിൽ കിട്ടിയ വീടാണ്. ഈ വീടിന് അന്നേരം പൊസിഷൻ കിട്ടില്ല എന്നും പറഞ്ഞാണ് ഞങ്ങൾ ഈ വീട് തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. വീട് പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 5 വർഷത്തോളം മേളിലായിട്ടുണ്ട്. ചിന്നക്കനാൽ പുത്തൻപുരയ്ക്കൽ ജോസ് വീടിനായി തറകെട്ടി ചുവര് നിർമ്മിക്കാനുള്ള സിമന്റ് ഇഷ്ടികയും ഇറക്കിയതാണ്. പക്ഷേ വീട് നിർമ്മിക്കാൻ അനുമതി ലഭിച്ചില്ല. അധികാരികളുടെ ചുവപ്പ് നാട കെട്ടിയുയർത്തിയ തറയും ഇറക്കിയ സിമന്റ് ഇഷ്ടികയുമെല്ലാം വെറുതെയാക്കി. ഇങ്ങനെ നിരവധി പേരുണ്ട് ചിന്നക്കനാലിൽ. IAY ലൈഫ് ഭവന പദ്ധതികളിൽ ഇടം പിടിച്ചവർ, നാളുകൾ കഴിഞ്ഞിട്ടും വീട് വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നവർ. ഭൂപ്രശ്നം രൂക്ഷമായി നിലനിൽക്കുന്ന പ്രദേശമാണ് ചിന്നക്കനാൽ. അതുകൊണ്ട് ഏർപ്പെടുത്തിയ നിർമ്മാണ നിരോധനം പക്ഷേ വീടുകൾക്ക് ബാധകമല്ല. ഇതെല്ലാം അറിയാമെങ്കിലും നിയമക്കുരുക്കുകൾ ചൂണ്ടിക്കാട്ടി ലൈഫ് പദ്ധതിയിലെ വീടുകളുടെ പോലും നിർമ്മാണമാണ് അധികാരികൾ തടയുന്നത്. 700 ശതമാനം വീട് ലൈഫ് പദ്ധതി വീട് അംഗീകരിച്ച് പാസ്സായി കിടപ്പുണ്ട്. തൊഴിലാളിക്ക് സ്ഥലമില്ല, NOC കിട്ടാൻ നിവൃത്തിയില്ല. NOC ഇല്ലാതെ ഈ തൊഴിലാളികൾ ലൈഫ് പദ്ധതിയെ ആസ്വദിച്ചിരിക്കുന്നവരെല്ലാം വെറുതെ ചുമ്മാ ഇരിക്കുകയാണ്. ശുചിമുറികൾ പോലും നിർമ്മിക്കാൻ അനുമതിയില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റും നൽകുന്നില്ല. ഇതുകൊണ്ട് പഞ്ചായത്തുമായി കരാറും വയ്ക്കാനാവുന്നില്ല. പലരും ഇപ്പോൾ കഴിയുന്നത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ചെറിയ വീടുകളിലാണ്. ഞങ്ങൾക്ക് വീടൊന്നുമില്ല. ചേച്ചിമാർ രണ്ടും പഠിക്കുക. ഒരു ചേച്ചി 10ല്, ഒരു ചേച്ചി +1. സർക്കാർ തന്നെ ഞങ്ങൾക്കൊരു വീട് വേണം. എനിക്ക് പഠിക്കാനൊന്നും വീട്ടിലൊരു ഇതില്ല. ഇവിടെ ഭൂരിഭാഗം പേരുടെയും ഭൂമിക്ക് പട്ടയമില്ല. വീട് നിർമ്മിക്കണമെങ്കിൽ സ്ഥിരതാമസം തെളിയിക്കുന്ന കൈവശാവകാശ സർട്ടിഫിക്കറ്റ് റവന്യൂ വകുപ്പ് നൽകണം. എന്നാൽ 17 വർഷം ഇതേ ഭൂമിയിൽ താമസിച്ചു എന്നതിന് തെളിവില്ലാത്തതും പലർക്കും കുരുക്കാകുന്നു. തലമുറകളായി ചിന്നക്കനാലിലെ തോട്ടമേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഇവരിൽ ഭൂരിഭാഗവും. PMO മാർച്ച് 10 തീയതി നമ്മളോട് പറഞ്ഞെങ്കിൽ 31 തീയതിക്ക് മുമ്പ് പൊസിഷൻ കിട്ടിയാൽ വീട് അനുഭവിച്ചു തരാൻ എക്കരമൂട് വയ്ക്കാൻ പറഞ്ഞു. നമ്മൾ എഴുതി കൊടുത്ത് ഇപ്പൊ 2 മാസമായി. ഈ താലൂക്ക് സർവേരോ ആരെയും ഇവിടെ ഈ സ്ഥലത്തെ നോക്കണോ ഇപ്പൊ വന്നിട്ടുമില്ല. ഭൂപ്രശ്നങ്ങളുടെ മറവിൽ ചിന്നക്കനാലിൽ ഇല്ലാതാകുന്നത് അടച്ചുറപ്പുള്ള വീട്ടിൽ സ്വസ്ഥമായി അന്തിയുറങ്ങാനുള്ള സാധാരണക്കാരുടെ അവകാശങ്ങൾ കൂടിയാണ്. കാട്ടാനയാക്രമണങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും ഭയന്നാണ് ഇവരുടെ ജീവിതം. നിയമത്തിന്റെ നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കുന്നത് നിരവധി സാധാരണക്കാരുടെ വീടെന്ന സ്വപ്നമാണ്. വൻകിട കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും കണ്ടില്ലെന്ന് നടിക്കുമ്പോഴാണ് തലചായ്ക്കാനൊരു ഇടത്തിനായുള്ള അപേക്ഷകൾ തിരസ്കരിക്കപ്പെടുന്നത്. ചിന്നക്കനാലിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18.
വടകരയിൽ ഡോക്ടറുടെ കാർ തീവെച്ച് നശിപ്പിച്ചു. താഴെയങ്ങാടിയിൽ നിർത്തിയിട്ട കാറാണ് തീയിട്ട് നശിപ്പിച്ചത്. സമീപത്ത് നിർത്തിയിട്ട മറ്റൊരു കാറും കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സിസിടിവി ദൃശ്യങ്ങളിൽ കാറിന് സമീപത്ത് ഒരാൾ വരുന്നത് കാണുന്നുണ്ട്. രണ്ടാമത്തെ കാറിന്റെ ടയറിന്റെ ഭാഗത്തും തീയിടാൻ ശ്രമിച്ചതും വ്യക്തമാണ്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ തീർത്ത മൂവാറ്റുപുഴ രണ്ടാർ സ്വദേശി ബിനു മാമ്പിള്ളിയിൽ ലോക്ഡൌൺ കാലത്ത് തുടങ്ങിയ നേരം പോക്കാണ് മനോഹര ശില്പനിർമ്മാണത്തിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചത്. ആദ്യം കൊത്തിയെടുത്ത ശിവപാർവതി ശില്പത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചത് ബിനുവിന് പ്രചോദനമായി. ഇതോടെ ശില്പനിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നാലെ ദാരുശില്പ നിർമ്മാണം ഏറ്റെടുത്തു. 2 വർഷത്തിനിടെ നിരവധി മനോഹര ശില്പങ്ങൾ ബിനു നിർമ്മിച്ചു. നാഗങ്ങളും പക്ഷികളും ദേവീദേവന്മാരുമെല്ലാം ബിനുവിന്റെ കരവിരുതിൽ പിറവിയെടുത്തു. ഈസ്റ്റർ ദിനത്തിൽ പൂർത്തിയായ തിരുവത്താഴത്തിന്റെ ശില്പം നിരവധി പേരുടെ അഭിനന്ദനം നേടാൻ കാരണമായി. ശില്പങ്ങൾ വാങ്ങാൻ നിരവധി പേരാണ് ബിനുവിനെ സമീപിക്കുന്നത്. പക്ഷേ പ്രദർശനം സംഘടിപ്പിച്ച ശേഷം മാത്രമേ വിൽപ്പന നടത്തൂ എന്നാണ് ബിനുവിന്റെ പക്ഷം. തേക്കിന്റെ പലകള് ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം ജോയിന്റ് ചെയ്തൊക്കെയാണ് കൊത്തിയെടുക്കുന്നത്. അതിൽ തേക്കിൽ കുത്തുന്നതാണ് എനിക്ക് ഇത് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. അത് ഓർഡറുകളൊക്കെ ആണെങ്കിൽ എനിക്ക് ഇതുവരെ ഓർഡറുകളൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ അപ്പം അതിൻ്റെ ഓർഡറുകളൊക്കെ ആയാലും ഒറ്റ പലകയിൽ കുത്തി കൊടുക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. ഏത് പടമാണ് രൂപമാണ് ആർക്ക് കുത്തി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ രൂപം ഞാൻ പേപ്പറിൽ ഫ്ലെക്സ് ആക്കി എടുത്തിട്ട് അത് കാർബൺ വെച്ച് വരച്ച് ഏത് വലിപ്പമുള്ള രൂപമാണെന്ന് വെച്ചാൽ ആ രൂപത്തിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് കുത്തുന്നത്. കൊത്തിയെടുക്കേണ്ട രൂപം അതേ വലുപ്പത്തിൽ ഫ്ലെക്സിൽ പ്രിന്റ് ചെയ്ത കാർബൺ പേപ്പറിന്റെ സഹായത്തോടെ മരപ്പലകയിലേക്ക് പകർത്തും. ഇതിനുശേഷമാണ് ഏറെ സൂക്ഷ്മതയും ക്ഷമയും സമയവും ആവശ്യമായ ശില്പനിർമ്മാണം. മക്കളായ ആകർഷും ആദർശും ശില്പനിർമ്മാണത്തിൽ അച്ഛനെ സഹായിക്കും. ന്യൂസ് 18 മൂവാറ്റുപുഴ. KSRTC തൊഴിലാളി യൂണിയനുകളുടെ പണിമുടക്ക് തുടരുന്നു. കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്നും പുലർച്ചെ 5 മണിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു സർവീസ് മാത്രമാണ് നടത്തിയത്. ആകെ 95 സർവീസുകളാണ് ഡിപ്പോയിലുള്ളത്. സ്റ്റാൻഡിലെത്തിയ യാത്രക്കാർ ബസ് ലഭിക്കാതെ വലഞ്ഞു. വയനാട് ലക്കിടിയിൽ അനധികൃതമായി പാലം നിർമ്മിക്കുന്നതായി പരാതി. പരിസ്ഥിതി ലോല മേഖലയിലാണ് പാലം നിർമ്മാണം. പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടും നിർമ്മാണം നിർത്തുന്നില്ലെന്നാണ് പരാതി. വൈത്തിരി പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട ലക്കിടിയിലാണ് 6 മീറ്റർ നീളത്തിൽ അനധികൃതമായി പാലം നിർമ്മിക്കുന്നത്. 2019 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടത്തിൽ ഹൈ ഹസാർഡ് സോണിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നിരിക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയും പഞ്ചായത്ത് സെക്രട്ടറിയും അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോഴിക്കോട് കൊടുവള്ളി സ്വദേശികൾ പാലമുണ്ടാക്കുന്നത്. പാലം പണി നിർത്തണമെന്ന് കാണിച്ച് പഞ്ചായത്ത് നോട്ടീസ് പതിച്ചിരുന്നു. എന്നിട്ടും പാലം പണി തുടരുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അനുമതി കൊടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ വർക്ക് എടുത്ത് ഫില്ലറിന്റെ മുകളിൽ കെട്ടുവാനാണ്. പക്ഷേ അതിനെല്ലാം ധിക്കരിച്ചുകൊണ്ട് വലിയ ബീം പണിതുകൊണ്ട്, വലിയ കോൺക്രീറ്റിന്റെ ബീം പണിതുകൊണ്ട് പുഴ ചെറുതാക്കിക്കൊണ്ട് പണിതിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ പഞ്ചായത്ത് ഒരു നോട്ടീസ് ഒട്ടിച്ചിരുന്നു. ആ നോട്ടീസ് കീറിക്കളഞ്ഞ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ചെറുതായിട്ട് താഴെ പൊട്ടിച്ചിട്ടുണ്ട്. ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള അനുമതി മാത്രമാണുള്ളതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. പാലം പണിയാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയിട്ടില്ലെന്നും പരാതിയുണ്ട്. 1 വർഷം മുമ്പ് ചൂണ്ടയിൽ വില്ലേജിൽ 2 കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വ്യാജ KLR രേഖകൾ സമർപ്പിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്ഥലത്താണ് പാലം പണി നടക്കുന്നത്. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണ് പാലം പണിയുന്നതെന്ന് നാട്ടുകാരും പരിസ്ഥിതി സംഘടനകളും ആരോപിക്കുന്നു. ന്യൂസ് 18 വയനാട്. ഇപ്പോൾ ജാമ്യം ലഭിച്ച ശേഷം സംവിധായകൻ സനൽകുമാർ ശശിധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. എന്നെ അപഹസിച്ചിരിക്കുകയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ 7 ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് പോയി. അപ്പോൾ ആളുകൾ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവർ പിന്നെ പുറത്ത് വന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അവർ തടവിലാണെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ പുറത്തു വന്ന് പറയാൻ പറ്റും? അത് തടവിലാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ട്. അത് ചെയ്തില്ല. അപ്പോൾ അത് ചെയ്യാത്തത് സനൽകുമാർ ശശിധരൻ്റെ കുറ്റമല്ല.
എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ, എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരാൾ, എൻ്റെ സമൂഹത്തിലുള്ള ഒരാൾ, എനിക്ക് അറിയാവുന്ന ഒരാൾ, അയാൾക്കൊരു ആപത്തുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാനത് സത്യസന്ധമായിട്ട്, ഞാൻ ഈ സത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, സത്യസന്ധമായിട്ട് ഞാനത് പറഞ്ഞു. പക്ഷെ അപ്പോഴും യാതൊരു പ്രതികരണവും ഒരിടത്തുനിന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട് പ്രതികരണം ഉണ്ടാവുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം അവർ പ്രതികരിക്കുമായിരുന്നല്ലോ എന്നാണ് എല്ലാവരും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സനൽ പുറകെ നടക്കുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ പറയുന്നത് പോലെ അങ്ങനെ ലഘുവായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രാഷ്ട്രപതിക്കും പ്രസിഡന്റിനും ഒരു ലെറ്റർ എഴുതി. നമ്മുടെ കേരളത്തിലെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് കാര്യമായ തകർച്ച വന്നിട്ടുണ്ട്, ക്രമസമാധാനം വളരെയധികം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള എൻ്റെ അപ്രിഹെൻഷൻസ്, അത് ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലും ഞാൻ ചെയ്യേണ്ട കാര്യം, ഒരു കടമ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് എഴുതിയതിന് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നത്. ഇതൊരു ബെയിലബിൾ ഒഫൻസാണ്. സ്റ്റേഷനിൽ നിന്ന് തന്നെ എനിക്ക് ബെയിൽ തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ സ്റ്റേഷൻ ബെയിൽ വേണ്ട എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, അത് കോടതിയിൽ വന്നിട്ട് എനിക്ക് പറയാനുള്ളത് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സ്റ്റേഷൻ ബെയിൽ വേണ്ട എന്ന് പറഞ്ഞത്, കോടതിയിൽ വന്ന് പറഞ്ഞത്. അല്ലാതെ ഇനി അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ അത് നടന്നോട്ടെ. അപ്പോൾ ആ ബെയിലബിൾ ഒഫൻസിന് എന്നെ വിളിച്ചിട്ട് ഒരു കോൾ വിളിച്ചാൽ ഞാൻ വരുമായിരുന്നു, ഉറപ്പായിട്ട് ഞാൻ വരുമായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്നെ പോലീസ് ഫോണിൽ വിളിച്ചില്ല. അതിന് പകരം എൻ്റെ ഏതോ തീവ്രവാദിയുടെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്തതുപോലെ എൻ്റെ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്ത് ഞാനും എൻ്റെ അനിയത്തിയും ബന്ധുക്കളും ഒക്കെ കൂടി ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ വളഞ്ഞിട്ട് പിടിച്ച് എന്നെ ബലമായിട്ട് പിടിച്ചിറക്കി, കൈയൊക്കെ ഇത് ആയിട്ടുണ്ട്, ബലമായിട്ട് പിടിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വരാം, നിങ്ങൾ എന്താണ് പറയാനുള്ളതെന്ന്, എന്താണ് ഒഫൻസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയാൻ തയ്യാറായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ലൈവ് ചെയ്യാൻ ആലോചിച്ചു. അപ്പോൾ അവർ മൊബൈൽ പിടിച്ചു. അപ്പോഴാണ് ഞാൻ നിലവിളിച്ചത്. അപ്പം നിലവിളി ഇപ്പോൾ എല്ലാവരും ഒരു തമാശയായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ നിരായുധനായ ഒരാളിന്റെ ഏറ്റവും വലിയ സനൽകുമാർ ശശിധരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. SMA ബാധിതയായ ഗൌരി ലക്ഷ്മിക്ക് ചികിത്സയ്ക്ക് തുക സമാഹരിക്കാൻ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. മടത്തറ, കടയ്ക്കൽ, പാരിപ്പള്ളി റൂട്ടിൽ ഓടുന്ന തമ്പുരാട്ടി, മടത്തറ, കടയ്ക്കൽ, അഞ്ചൽ റൂട്ടിൽ ഓടുന്ന ശ്രീ ബാലാജി എന്നീ ബസ്സുകളാണ് കാരുണ്യ യാത്ര നടത്തിയത്. കടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച സർവീസ് ചടയമംഗലം ജോയിന്റ് RTO സുനിൽ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 4 കോടിയോളം രൂപയാണ് ഇനിയും ചികിത്സയ്ക്കായി കണ്ടെത്തേണ്ടത്. സംസ്ഥാന ജൂനിയർ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള കണ്ണൂർ ജില്ലാ ടീം അംഗങ്ങളുടെ പരിശീലനം ഉദയഗിരിയിൽ പുരോഗമിക്കുന്നു. 50ഓളം കായിക താരങ്ങളാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മലയോര മേഖലയ്ക്ക് അത്ര സുപരിചിതമല്ലാത്ത സോഫ്റ്റ് ബോളിനെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉദയഗിരി പഞ്ചായത്തിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മറ്റുമായി 60,000 രൂപയും പഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ചു. ആകാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ റിവിഷന്റെ ഘട്ടവും കൂടി പെട്ടെന്ന് വന്നു ചേർന്നു എന്നുള്ളതുകൊണ്ട് ഒരാഴ്ച കാലം കൊണ്ട് തന്നെ നമുക്ക് ചെറിയതെങ്കിലും ഒരു ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് നടപ്പാക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇതിനാവശ്യമായിട്ടുള്ള കുറേ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിച്ചു. അതിനെ തുടർന്ന് നമുക്ക് ഈ പഞ്ചായത്തിലുള്ള 4 സ്കൂളുകളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇവിടെ തുറന്നു വരികയാണ്. സോഫ്റ്റ് ബോൾ സംസ്ഥാന കോച്ചും ആലക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ സുധീർ കുമാറാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ഫുട്ബോൾ ആലക്കോടിനെ സംബന്ധിച്ച് വലിയ പരിചയമില്ലാത്ത ഗെയിം തന്നെയാണ്. പക്ഷെ ഒരു വർഷമായിട്ട് ഇവിടെ ഉദയഗിരി പഞ്ചായത്ത് വളരെയധികം സഹായ സഹകരണങ്ങൾ സോഫ്റ്റ് ബോൾ ഗെയിമിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് ശേഖരാട്ടൻ വളരെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കാർത്തിപുരത്ത് കുട്ടികളുടെ ഒരു ക്യാമ്പും ജില്ലാ ക്യാമ്പുകളും ഒക്കെ നമുക്ക് സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ദേശീയ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്ത കായിക താരങ്ങളാണ് ഇത്തവണയും കണ്ണൂരിനെ പ്രതിനിധീകരിച്ച് കളത്തിലിറങ്ങുന്നത്. ഈ മാസം 10, 11, 12 തീയതികളിൽ കോട്ടയത്താണ് സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ് നടക്കുക. ജില്ലാ ടീമുകൾക്ക് പുറമെ ഉദയഗിരി പഞ്ചായത്തിലെ 50ഓളം വിദ്യാർത്ഥികൾക്കും സോഫ്റ്റ് ബോളിൽ പരിശീലനം നൽകുന്നുണ്ട്. ന്യൂസ് 18 ആലക്കോട്. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ ദേവയുടെ കുടുംബത്തിന് സഹായം. ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച തുക MP A റഹീം ദേവയുടെ ബന്ധുക്കൾക്ക് കൈമാറി. പ്ലാക്കീഴ് ജനകീയ കൂട്ടായ്മയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്.
തിരുവനന്തപുരം തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ പോലീസുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ പോലീസുകാരൻ സജിയാണ് മരിച്ചത്. സജിയെ കാണാനില്ലെന്ന് കാട്ടി മാരായമുട്ടം പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ ഒരു കൾവേർട്ട് പുതുക്കി നിർമ്മിക്കുന്നത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കണ്ടങ്കാളിയിലെ കൾവേർട്ട് നിർമ്മാണത്തെ സംബന്ധിച്ച വിവരാവകാശ രേഖ പുറത്തുവിട്ട യുവാവിന് മർദ്ദനമേറ്റിരുന്നു. സംഭവത്തിൽ CPM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിലാണ് കൾവേർട്ട് നിർമ്മാണവും വിവാദമായത്. പയ്യന്നൂരിലെ കിഴക്കേ കണ്ടങ്കാളി വട്ടക്കുളം റോഡിലെ പഴയ കൾവർട്ട് പുതുക്കി നിർമ്മിക്കുമ്പോൾ വീതി കുറഞ്ഞെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പ്രദേശവാസിയായ ലിജേഷ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇതിൽ പ്രകോപിതരായ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ മാസം 27-ന് തന്നെ മർദ്ദിച്ചെന്ന് ലിജേഷ് പരാതിയും നൽകിയിരുന്നു. സംഭവം വിവാദമായതിനെ തുടർന്നാണ് കൾവർട്ടിന്റെ നിർമ്മാണത്തിൽ ക്രമക്കേടില്ലെന്ന വിശദീകരണവുമായി CPM നേതാക്കൾ രംഗത്തെത്തിയത്. നഗരസഭയുടെ കയ്യിൽ 12 മീറ്റർ റോഡാണ് ഇപ്പോൾ ഉള്ളത്, 12 അടി റോഡാണ് ഇപ്പോൾ ഉള്ളത്, 4 മീറ്ററിൻ്റെ റോഡാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ 4 മീറ്ററിൽ മാത്രമേ പാലം നിർമ്മിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അവിടുത്തെ സ്ഥലമുടമകൾ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. ഇപ്പോൾ ആരിടപെട്ടിട്ടായാലും സ്ഥലം ഉടമകൾ ഭൂമി വിട്ടുതരാൻ തയ്യാറാണെങ്കിൽ 5.5 മീറ്ററിൽ തന്നെ പാലം നിർമ്മിക്കാൻ നഗരസഭ തയ്യാറാണ്. മറ്റെല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം കൾവർട്ടിന്റെ വീതിയെ സംബന്ധിച്ച് നാട്ടുകാർക്കുണ്ടായിരുന്ന ആശങ്ക പരിഹരിക്കുന്നതിന് പകരം അവരെ മർദ്ദിച്ചത് ശരിയായില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. അപ്പോൾ 5.5 മീറ്റർ ഇവിടെ യഥാർത്ഥത്തിൽ ഇല്ല, 4 മീറ്റർ മാത്രമാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട്. ആ ആശങ്ക ദൂരീകരിക്കുന്നതിന് പകരം അവിടെ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയ ആളുകളെയും ആ കുടുംബത്തെയും ആക്രമിക്കുന്ന രീതിയിലാണ് നിലവിൽ കാര്യങ്ങൾ പോയത്. അപ്പോൾ അത് ഒരു തീർത്തും വേദനാകരമാണ്. സംഭവത്തിൽ പൊതുജനങ്ങൾക്കുള്ള അവ്യക്തത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF റവന്യൂ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ഇടുക്കി വീണ്ടും ഭൂസമരങ്ങൾക്ക് വേദിയാകുന്നു. അതിജീവന പോരാട്ട വേദിയുടെ നേതൃത്വത്തിൽ മെയ് 12-ന് ചെറുതോണിയിൽ ബഹുജന മാർച്ച് നടക്കും. ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളെ ഏകോപിപ്പിച്ച് തുടർ സമരങ്ങൾ നടത്തും. ഇടുക്കിയിലെ പട്ടയ വിഷയങ്ങളിൽ ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് അതിജീവന പോരാട്ട വേദി വീണ്ടും സമരരംഗത്തേക്ക് എത്തുന്നത്. ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കേന്ദ്രീകരിച്ച് പോരാട്ട വേദിയുടെ നേതൃത്വത്തിൽ യൂണിറ്റുകൾ രൂപീകരിച്ച് വരികയാണ്. കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ. 12-ന് നടക്കുന്ന ബഹുജന മാർച്ചിന് ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് കർഷകരുടെ നേതൃത്വത്തിൽ കാൽനടയാത്ര നടത്തും. ഇപ്പോൾ നമ്മൾ പല പഞ്ചായത്തുകളിലും സംഘാടക സമിതികൾ എടുത്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ 51 പഞ്ചായത്തിനും 2 മുനിസിപ്പാലിറ്റികളിലും സംഘാടക സമിതികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം. അതേ തുടർന്ന് കാൽനടയായി ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ബഹുജന മാർച്ച് തിരുവനന്തപുരത്തേക്ക് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബഹുജന മാർച്ചിലേക്കാണ് നമ്മുടെ സമരപരിപാടി പോകുന്നത്. മൂവ്മെന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സഹായിക്കാനോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറാനോ ഈ മൂവ്മെന്റിന് അനുവദിക്കില്ല. മുൻപ് ഹൈറേഞ്ച് സംരക്ഷണ വേദി ഭൂവിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജില്ലയിൽ ശക്തമായ സമരങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ സമിതിയുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രശ്നപരിഹാരത്തിന് വിലങ്ങത്തടിയായെന്നാണ് അതിജീവന പോരാട്ട വേദിയുടെ ആരോപണം. രാഷ്ട്രീയത്തിനതീതമായി നിലയുറപ്പിക്കുമെന്നാണ് പോരാട്ടവേദിയുടെ നിലപാട്. ന്യൂസ് 18 ഇടുക്കി. പൂരാവേശത്തിൽ തൃശൂർ. തൃശൂർ പൂരത്തിന്റെ പ്രധാന ആവേശങ്ങളിലൊന്നാണ് എഴുന്നള്ളത്തിന് അണിനിരക്കുന്ന തലയെടുപ്പുള്ള ആനകൾ. ആനച്ചന്തത്തിലും തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ തമ്മിൽ മത്സരിക്കും. തലയെടുപ്പുള്ള ആനകളെ കാണാൻ മാത്രമായി പൂരപ്പറമ്പിലെത്തുന്ന ആനപ്രേമികൾ ഏറെയാണ്. '1950കളിൽ ചെങ്കല്ലൂർ രംഗനാഥൻ, ഗുരുവായൂർ കേശവൻ, തുടർന്ന് ഗുരുവായൂർ പത്മനാഭൻ, മംഗലാംകുന്ന് ഗണപതി, കുട്ടംകുളങ്ങര രാമദാസ്. 90കൾക്ക് ശേഷം ഗുരുവായൂർ പത്മനാഭൻ, പാമ്പാടി രാജൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പാറേമേക്കാവ് ശ്രീപത്മനാഭൻ, ഗുരുവായൂർ നന്ദൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, എറണാകുളം ശിവകുമാർ തുടങ്ങി പൂരത്തിനണിനിരുന്ന തലയെടുപ്പുള്ള ഗജവീരന്മാർ ഏറെയുണ്ട്. ഓരോ പൂരവും ആ കാലത്തെ കൊമ്പന്മാരുടെ വമ്പു കാണാൻ കൂടിയുള്ള ഉത്സവമാണ്.
ആനപ്രേമികൾക്ക്. ആനപ്രേമിയെ തമ്മിലുള്ള എല്ലാ ആനകളോടും ഇഷ്ടം തന്നെയാണ്. എറണാകുളം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആന തെച്ചിക്കോട്ട് കാമേന്ദ്രനാണ്. പക്ഷേ എല്ലാ ആനകളോടും നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ പറയുന്ന പ്രഗത്ഭരായ ആനകളെ കാണുക എന്നുള്ളതാണ്. കാരണം ഒറ്റയടിക്ക് ഇത്രയും ആനകളെ കാണുക എന്നുള്ളതാണ് ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണ ഇല്ല എന്നത് ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ട്. ചമയങ്ങളില്ലാതെ ആനയെ കാണുന്നതാണ് ഇഷ്ടമെന്ന് ആനപ്രേമികൾ. അതുകൊണ്ട് തന്നെ എഴുന്നള്ളത്തിന് മുൻപേ പൂരപ്പറമ്പിലെത്തും ആനപ്രേമികൾ. ആനപ്രേമികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആനകൾ ചമയത്തിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ചമയങ്ങളില്ലാതെ ആടയാഭരണങ്ങളില്ലാതെ നിൽക്കുന്നതാണ് ആനപ്രേമികളെ സംബന്ധിച്ച്. ഈ എഴുന്നള്ളത്തിന് മുമ്പ് തന്നെ ആനപ്രേമികൾ കൂടുതൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആനകൾ. ആനയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാധകർ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ തലയെക്കെട്ട് കെട്ടിയാൽ അത് കാണാൻ നിൽക്കാറില്ല. അവർ ആ തലയെക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആന എടുത്ത് നിൽക്കില്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ആടയാഭരണങ്ങളില്ലാതെ ഈ പറയുന്ന നമ്മൾ ഈ കുളിപ്പിക്കുന്നത് പോലെയും അല്ലെങ്കിൽ അല്ലാത്ത മണിക്കൂറുകൾ ഏകദേശം 6 മണിക്കൂറൊക്കെ എടുക്കും ഒരു ആനയെ കുളിപ്പിച്ചതാവാൻ. പാപ്പാന്മാർക്കും തൃശൂർ പൂരം ഒരു കൂടിച്ചേരലാണ്. കേരളത്തിലുള്ള ഒട്ടനവധി ആനപ്രേമികളെ എല്ലാം കൂടി ഒത്തുകൂടുന്ന ഒരു സാഹചര്യം കൂടി ഞങ്ങൾക്ക് തൃശ്ശൂർ നടക്കാറുണ്ട്. അതുപോലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്. വിവിധ കോട്ടയം, കൊല്ലം പല ഭാഗത്തു നിന്ന് വരുന്ന സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള ഒരു അവസരവും ഇതുപോലെ പല ആനകളെയും നേരത്തെ നമ്മുടെ ഹരിയേട്ടൻ പറഞ്ഞ പോലെ ആടയാഭരണങ്ങളില്ലാതെ വളരെ നേച്ചുറലായിട്ട് കാണാൻ പറ്റുന്നതിന് ഒരു സന്തോഷമാണ്. അത് ഒന്നിൽ കൂടുതൽ ആനകളെ കാണുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം. ആനത്തൊഴിലാളി യൂണിയനൊക്കെ ഉണ്ട്, അവരെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റും. ഒരു ഇത്രയും ആനകളെ സദസ്സിൽ ഒരുമിച്ച് വരുന്ന ഒരു പരിപാടിയില്ലേ, അതിൻ്റെ ഒരു പവർ വേറെ തന്നെ. തിരുവമ്പാടി, പാറേമേക്കാവ് വിഭാഗങ്ങൾക്ക് പുറമെ 8 ഘടകക്ഷേത്രങ്ങളിൽ നിന്നായി 100ഓളം ആനകളാണ് പൂരത്തിന്റെ വിവിധ ചടങ്ങുകളിലായി അണിനിരക്കുക. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. മലപ്പുറം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല കരത്തൊഴി നിര്യാതയായി. ദീർഘനാളായി അർബുദ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2010-15 കാലയളവിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു. 2ാം തവണയാണ് ജനപ്രതിനിധിയാകുന്നത്. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ നിന്നാണ് UDF പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ചത്. ഖബറടക്കം നടന്നു. പട്ടാമ്പി എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ മഞ്ഞളുങ്ങൽ, കൊണ്ടൂർക്കര, കീഴായൂർ ഭാഗങ്ങളിൽ പരിശോധനയിൽ MDMAയുമായി യുവാവിനെ പിടികൂടി. കൊണ്ടൂർക്കര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. വാഹനവും കസ്റ്റഡിയിലെടുത്തു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.